അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ കുറച്ച് ദിവസമായി നമ്മളെ ഷായിലൊരു റീലും ഇവിടേക്ക് പോവാന്ന് പറയും. എവിടെ നമ്മളെ ബീലബൽ നമ്മളെല്ലാരും പണിയും കഴിച്ച് ഇറങ്ങി പോവാൻ വേണ്ടി നിക്കുക. ഇവിടാണ് നമ്മളെ അജു ഇഷാം നമ്മളെ കാത്ത് നിൽക്കുക. കുറച്ചേരം പോസ്റ്റ് അടുപ്പിച്ചു. എന്താന്ന് വെച്ചാ ഞാനൊന്ന് കുളിക്കാൻ വേണ്ടി പോയത്. കുറച്ച് ടൈം ഇതിന്റെ ചൂടിലാവില്ല നമ്മളാട്ടെ ഇറങ്ങി. ഇതിന്റെ മെയിൻ സൂത്രകാരനാണ് നമ്മളെ ഷായി. ഇവനാണ് ആടെ പോള പോയി. പിന്നെ എന്റെ പരം നടക്കുന്നവനാണ് ഇഷാം. ഇവന്റെ കഥ പറഞ്ഞാ ഒരു കഥ. ഇവൻ എന്ത് പറഞ്ഞു കൊടുത്താലും ഇവിടുത്തെ ഒരു മുത്തുമണിയാണ്. അങ്ങനെയാണ് ഇവിടെ അറിയപ്പെടുന്നത്. ഇങ്ങനെ നടന്നോണ്ടിരിക്കുമ്പോൾ നമ്മളെ ഷായിലൊരു ലോഡ് തള്ളു. എന്താന്ന് പറയുന്നത് ഓന്റെ കമ്പനിക്കാരന്റെ കാറിലേന് നമ്മൾ ഇന്ന് പോകും. അതൊന്ന് ബ്രേക്ക് ഡൗൺ ആയി പോയി. അല്ലെങ്കിൽ നമ്മൾ അയിലേനും പോവാ. ഇവനാണ് ഷോപ്പ് ഓരോ തള്ളുമായിട്ട് അവൻ വരിക. ഈ മുന്നിൽ നടക്കുന്നവരാണെങ്കിലോ ഒരുത്തന്റെ നാട്ടിലത്തെ കഥ വിസ്തരിച്ചോണ്ട് നിൽക്കുക. പിന്നെ ഇങ്ങനെ നമ്മൾ നടന്നുകൊണ്ട് നിൽക്കുക. ഈ ദുബായില് രാത്രിത്തെ വൈബ് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായി. നല്ല രസാണ് ഇങ്ങനെ നടക്കാൻ. പിന്നെ നമ്മൾ പോണേ ഏതോ പാലത്തിന്റെ മുകളിൽ. ഈ ചെങ്ങായി നമ്മള് കുറെ നേരമായിട്ട് നടത്തി. അങ്ങനെ പാലോറി കുറച്ച് നടന്നപ്പോഴാവും സ്ട്രൈറ്റ് പോവാ, പിന്നെ ലെഫ്റ്റ് എത്തി കൊറേ നേരായി. പിന്നെ നമ്മള് സ്ട്രൈറ്റും ലെഫ്റ്റ് കൊടുത്തപ്പോ നമ്മളെ സ്പോട്ടിലാട്ട് എത്തിക്കുന്നത്. ഈ കാണുന്ന സ്പോട്ട് നമ്മളിവിടുത്തെ ബീല്ല. പിന്നെ നമ്മള് കൂടെ വന്നവരാണെങ്കിൽ നമ്മളപ്പോ കാണുന്നില്ല. പിന്നെ അങ്ങോട്ട് നോക്കിയപ്പോഴാണ് എന്തോ കാര്യത്തിൽ നോക്കിക്കൊണ്ട് ഞാൻ പോയി നോക്കിയപ്പോൾ നമ്മൾ അജു പറഞ്ഞത് ഫുട്ബോൾ ആണ്. ആരെ കളിയാന്നോ ചോദിച്ചപ്പോ ഓനെ അറിഞ്ഞൂടാ. പിന്നെ എന്ത് കാണാൻ നിക്കാന്നും പറഞ്ഞു ഞാൻ ഓലയും കൂട്ടി നമ്മളെ ഷോപ്പിലേക്ക്. ഇവിടാണെങ്കിൽ നമ്മള് ഷായില് നമ്മളെയും കാത്തു നിൽക്കുക. നമ്മള് വരാൻ കാത്തു നിന്നതോ ഓർഡർ ചെയ്യാനേ. പിന്നെ നമ്മള് ചെങ്ങായി ഓർഡർ ആയിട്ട് ചെയ്യും. ബില്ല് നോക്കിയപ്പോഴോ 66 ഉറുപ്പിയല്ലാ ദർഹം. അത് കണ്ടപ്പോ ഞാൻ ശരിക്കും അന്തം വിട്ടു. പിന്നെ ഓൻ എന്താ ചെയ്യുന്നത് നോക്കി നിന്ന് കുറച്ച് എന്തോ മുളകരച്ചമായത്തെ സാധനമൊക്കെ ഇട്ടു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ നമ്മൾ ഓർഡർ ആയിട്ട് റെഡിയായി. പിന്നെ അതൊക്കെ ആയിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്ഥലത്തേക്കാട്ടെ ഇറങ്ങി. അവിടെ ആണെങ്കിലും നമ്മളെ ചെങ്ങായിമാര് തലവും പിടിച്ചിരിക്കുന്നുണ്ട്. അവിടെ കുത്തിയിട്ട് സാധനം പൊട്ടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മുളകരച്ചതല്ല പിസ്ത അരച്ചതാണ്. പിന്നെ ഇത് ആദ്യം തന്നെ തിന്നതോ ഇവിടെ വന്ന് തിന്നോ തന്നെ. പിന്നെ ഇവന്റെ തിന്നല് കണ്ടാൽ നമുക്കിത് കിട്ടും തോന്നുന്നില്ല. പിന്നെ ഞാനൊരു സ്പൂൺ എടുത്ത് അറ്റാക്കിങ് ആയിട്ട് തോന്നി. സംഭവം എന്ന് പറഞ്ഞാൽ സെറ്റ് ആയി. കറക്റ്റ് ടൈമിന് എന്റെ മുന്നിൽ കൂടെ കുറച്ച് മലയാളി എനിക്ക് കറക്റ്റ് എക്സ്പ്രഷൻ അതിന്റെ ഒരു വിഷമം. പിന്നെ നമ്മളെ പാത്രങ്ങളൊക്കെ പഠിച്ച് നമ്മൾ ആ പാത്രം കാലിയാക്കി വെച്ചു. അതിനെല്ലാവർക്കും മധുരത്തിന്റെ മസ്തായി. നമ്മളെല്ലാരും ആടുന്ന് ഇറങ്ങാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ അടിച്ചു കയറി ഇനി റൂമിൽ പോയി ഉറങ്ങട്ടെ. അപ്പോ ശരി എന്നാ.